ശ്രീലങ്കയ്ക്കെതിരായ 2020 ഏകദിന പരമ്പരകൾക്കായി ഇന്ത്യൻ ടീം ഇന്ന് യാത്ര തിരിക്കും. പുതിയ പരിശീലകനായി ചുമതലയേൽക്കുന്ന ഗൗതം ഗംഭീറിന്റെ ആദ്യ വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 10 മണിക്കാണ്. ജൂലൈ 27-നാണ് 2020 പരമ്പരയിലെ ആദ്യ മത്സരം. ലോകകപ്പ് ജയത്തിന്റെ ആവേശത്തിന് പിന്നാലെ സിംബാബ്വെക്കെതിരെ ഉജ്ജ്വല ജയം കുറിച്ച ശേഷമാണ് ടീം ഇന്ത്യ ശ്രീലങ്ക ലക്ഷ്യമിടുന്നത്. പുതിയ പരിശീലകനൊപ്പം 2020 ടീമിന് പുതിയ നേതൃത്വവുമായാണ് ഇന്ത്യ ഇറങ്ങുക. 2020-യിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മയ്ക്ക് പകരം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി എത്തിയപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ വൈസ് ക്യാപ്റ്റൻ പദവി തെറിച്ചു. ശുഭ്മാൻ ഗില്ലിനെയാണ് ഇന്ത്യ ഭാവി നായകനായി പരിഗണിക്കുന്നതെന്ന് വ്യക്തം. 2 ഫോർമാറ്റിലും ശ്രീലങ്കയിൽ ഗില്ലാണ് ഉപനായകൻ. ഋഷഭ് പന്ത്, ശിവൻ ദുബെ, മുഹമ്മദ് സിറാജ്, വാഷിംഗ്ടൺ സുന്ദർ, അർഷദീപ് സിംഗ്, റിയാൻ പരാഗ്, അക്ഷർ പട്ടേൽ, ഖലീൽ അഹമ്മദ് എന്നിവരാണ് 2 ടീമിലും ഇടം പിടിച്ച മറ്റ് താരങ്ങൾ. ഏകദിന പരമ്പരയിൽ നിന്ന് തഴഞ്ഞ സഞ്ജു സാംസണിന് 2020 പരമ്പരയിലെങ്കിലും കളിക്കാൻ അവസരം കിട്ടുമോ എന്നാണ് ഇനിയറിയേണ്ടത്. അവസാന ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയിട്ടും ഏകദിന ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ടീം ശ്രീലങ്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ഇന്ന് മാധ്യമങ്ങളെ കാണും. ടീം സെലക്ഷനൊപ്പം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് തഴഞ്ഞ സംഭവം വിവാദമായി നിലനിൽക്കുമ്പോഴാണ് പുതിയ പരിശീലകൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഗംഭീറിന്റെ പരിശീലക സംഘത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിനും ഇന്ന് തീരുമാനമുണ്ടായേക്കും. 3 2020-യും 3 ഏകദിന മത്സരങ്ങളുമാണ് ഇന്ത്യ ലങ്കയിൽ കളിക്കുക. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.